ഹായ് ഗേസ്. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിലിരുന്നപ്പോഴേ നല്ല മഴ. അന്ന് പിന്നെ വീട്ടിലിരിക്കണ്ട, ഒന്ന് മഴയത്ത് കറങ്ങാന്ന് വെച്ചിട്ട് ചിമ്മിണി ഡാമിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചിമ്മിണി ഡാമിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ആരാ സ്റ്റാർട്ടിങ് നിലയിൽ പോണ വഴിക്ക് ഞങ്ങളുടെ അടുത്തുള്ള പമ്പി കയറി 570 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. 570 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. അവിടെ വരെ ഇപ്പോൾ എത്ര പെട്രോളിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അത്ര അടിച്ചു. അപ്പം ഞങ്ങൾ കോട്ടയിൽ നിന്ന് കട്ട് ചെയ്ത് കൊടകര കൂടി മറ്റേ പുതുക്കാട് നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് ആ വഴി നേരെ പോകാൻ പോവാ. നല്ല മഴ കേട്ടോ, നല്ല മഴ, അടിപൊളി. അപ്പം നമ്മൾ പുതുക്കാട് സിഗ്നലെത്തി. ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ ഡാമിൻ്റെ പേര് നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക് വന്നു. ഏത് ഡാമിലേക്ക് പോകേണ്ടതായിരിക്കും? ചിമ്മിനി ഡാമിലേക്ക് പോകേണ്ടത്. നേരത്തെ പീച്ച് ഡാം എന്ന് പറഞ്ഞത്, അതെനിക്ക് എപ്പോഴും തെറ്റും. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് നവാസിൻ്റെ കൂടെ. മതിയില്ല. അപ്പം നമ്മൾ ഫോറസ്റ്റിനകത്തോട്ട് കയറി തുടങ്ങിയിട്ടാ. റബ്ബർ തോട്ടം കണ്ടോ ഗൈസ്? നോക്കേ, കോട കോട. നമ്മൾ ഈ ചിമ്മിണി ഡാമിലേക്ക് പോണ വഴിക്ക് ഇവിടെ ഒരു തോടുണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്. കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ നല്ല ഒഴുക്കായിരുന്നു, മഞ്ഞ കളറായിരുന്നു, ചെടി വെള്ളം പോലെ. ഇപ്പോൾ നല്ല ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ അവിടെ. പിന്നെ പയ്യെ വഴിക്ക് വീഴാതെ ഇറങ്ങണം. ഞങ്ങൾ വെക്കേഷന് അവിടെ പോകാൻ പറ്റിയില്ല, ഈ വയ്യാതിരിക്കായിരുന്നു. അതുകൊണ്ട് വെക്കേഷൻ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങണം. ഇവിടെ ഇറങ്ങിക്കോ, ഒഴുകിയൊന്നും പോയില്ല. ഇറങ്ങിക്കോ. എടാ കോട്ട് നനയ്ക്കല്ലേ, നല്ല മഴ കഴിയുമ്പോൾ നനച്ചാൽ മതി. അതിനുള്ള ഒഴുക്കും വിദ്യതി. ഏയ് അതിരിപ്പില്ലല്ലേ നീ കുഴി കാണുന്നുണ്ടല്ലേ. അതല്ല, അടി കുത്തി ഒലിക്കുമായിരുന്നു. മരങ്ങളും ചെടികളൊക്കെ ഒഴിച്ചു പോയിരുന്നു. തൊപ്പി തലയിലിടാ, തൊപ്പി തലയിലിടാൻ. കോട്ടൂരണ്ട, ചാറ്റലുണ്ട്. ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കലുണ്ട് ഈ മരത്തിൻ്റെ വീട്ടിൽ. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു വങ്ക് പോലെയാണ്. നല്ല അയ്യോ 2 പേരും വേണു, ഒരു കുഴപ്പമില്ല. നീ ഉടുപ്പൊക്കെ നനഞ്ഞില്ലേ?
കരഞ്ഞു. ടൗസറല്ലേ പറഞ്ഞോളൂ. ആ അത് പിഴിയാം. ഇന്ന് ശനിയാഴ്ച ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. അവിടെ പോകുമ്പോൾ അറിയുള്ളൂ എത്ര പേര് വരുന്നുണ്ട്. അവിടെ കുട്ടാനോടെ കിടക്കുന്നുണ്ട്. അടുത്ത കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഡാമിൻ്റെ അടിക്ക് പോട്ടാ. നല്ല അടിപൊളി റബ്ബറും തോട്ടം കണ്ടോ, എന്ത് രസമെന്ന് അറിയാം ഇവിടെ കാണാൻ. ഈ മഴ പെയ്യണ സമയത്തായോണ്ടേ നല്ല ഭംഗി. അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ പാലെടുക്കാനായിട്ട്. ഇതാണ് നമ്മളവിടെ കൊണ്ടുവന്ന വണ്ടി, നമ്മുടെ വണ്ടി. വൈൽഡ് ലൈഫ് സാങ്ച്വറി നമ്മളവിടെ എത്തിയിട്ടാ. വൈൽഡ് ലൈഫ് സെഞ്ചുറി അതന്നെ അവിടെ എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ പാസ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ഗൈസ്. എത്തിയിട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടി നടക്കണം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്കിംഗ് ഫീസ് മേടിക്കണം. അപ്പോൾ അവിടെ നിന്ന് വണ്ടി മേടിച്ചിട്ടുണ്ടാവില്ല. ചെറുതായില്ല. ആ ഞങ്ങളിവിടെ എത്തി. വാ ആൾക്കാർക്ക് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, കുറച്ച് പേരുള്ളൂ. എന്താ ഏതിന് എന്നിട്ട് ഇത് എടുത്തിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ വെക്കും. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തൊരു ചുമന്ന സംഭവം ഉണ്ട്. അതിളക്കിയിട്ട് നമ്മളിങ്ങനെ നഖത്തിൽ ഒട്ടിച്ച് വെക്കായിരുന്നു പണ്ട്. നിനക്ക് മാത്രം അറിയണ രഹസ്യം. നഖമില്ലാത്തവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പണ്ട്. ഏത് ഞാൻ പറഞ്ഞതാ എല്ലാരും പച്ചയാ. അപ്പൊ അപ്പയ്ക്ക് പച്ച തന്നെ വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളെല്ലാരും യൂണിഫോമിലാ. ഒരാൾ മാത്രമേ മിസ്സായുള്ളൂ. അവൻ ഇത്തിരി കുടുംബമുള്ള, അവൻ മിസ്സാവും. അതുകൊണ്ടാണ് അവനെ കളർ ഇട്ടിപ്പിച്ചാണ്. നിനക്ക് നമ്മളിങ്ങനെ അകത്തോട്ട് കിടക്കണം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നാണ്. ആ പശുവിനെ കൊണ്ട് കെട്ടിട്ടല്ലേ. കഴിഞ്ഞ വന്നപ്പോൾ ഇവിടെ ഒക്കെ ചാണകം ചവിട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ അറിയില്ല കേട്ടോ, അങ്ങോട്ട് പോയതൊക്കെ അറിയുള്ളൂ. അപ്പൊ അവരേതിലേ പോയേ അങ്ങോട്ട്? ഇടി അവരങ്ങടെ അങ്ങോട്ട് അങ്ങനെ പോയേ ആണോ? ആ നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. എന്നാ അങ്ങോട്ട് പോവാം. കഴിഞ്ഞ പോലെ ഞങ്ങൾ വന്നപ്പോഴേ കോട്ടൊന്നും ഇല്ലാതെ വന്നിട്ട് നാനിന് കുളിച്ച്, അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാവരും പിന്നെ വന്നത്. ഇതിലെ ഇങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടേക്കൊന്നും ഞങ്ങൾ വന്നില്ല കേട്ടോ.
ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കാഴ്ച കണ്ടിട്ട് പോയി. ഇതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഊഞ്ഞാല് കുട്ടിയുടെ നടന്നുണ്ട്. കൊട്ടവഞ്ചി ഇവിടെയാ? ആ കൊട്ടവഞ്ചി ഇവിടെയാണ്. മഴയത്ത് കൊട്ടവഞ്ചി ഓടിച്ചെന്താ കുഴപ്പം? ഇവിടെ കൊള്ളാം. ആ ഇവിടെ കൊള്ളാം. താഴ്ചയുണ്ട് കേട്ടോ. ഇതായിടോ. ആ ആൾക്കാർ വരുന്നവരെ ശ്രദ്ധയ്ക്ക് ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല, റേഞ്ചും ഇല്ല. കയ്യിൽ പൈസ കരുതി വേണം വരാൻ. അല്ലെങ്കിൽ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ATM കാർഡ് വേണം. ഇവിടെ സ്റ്റെപ്പ് പണിയുണ്ട് കേട്ടോ. അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോൻ. അവിടെ പണി നടക്കാം. അറ്റത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടാ. കോടയുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. അവിടെ കോട. എന്താ പിന്നെ കോട നോക്കിയാടാ. അപ്പോൾ അവിടെ വെളുത്തിരിക്കുന്നുണ്ട്. അവിടെ വീഴാണ്ട് നോക്കിയോളോ. ഓടിയട്ടെ വീഴട്ടൊക്കെ. കയറൂട്ടെ. കോട്ട് കയറും. നല്ല സുഖം. നീ ആടടാ അതിനാട്ടാണ്ട്. അവനോട് പറഞ്ഞതാ. ഞാൻ അങ്ങോട്ട് പോടി. അറ്റത്തൊക്കെ ആൾക്കാരുണ്ട്. ആ എന്ത് രസാ. നോക്കിയടി ബാബേ കോട. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയില്ല. അത് നമ്മളിങ്ങോട്ട് വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. അന്ന് വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് ഈ പ്രാവശ്യം വെള്ളം കുറവാണ്. മൊത്തത്തിലേക്ക് ഉണ്ടാവും. വാ നഗപ്പൂവ്. എന്ത് രസാണ് കോട കാണാൻ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റുകാരുടെ ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ. എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട്. അപ്പോൾ കൊട്ടവഞ്ചിയിൽ പോണവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കാനായിട്ടാണ്. പിന്നെ അത് ഇവിടെ പഴയ ഒരു നടപ്പാതയാണ്. അതൊക്കെ നശിച്ചു. വെള്ളം കയറി കഴി. അതിലും നല്ല രസമുണ്ട് കാണാൻ. ആൾക്കാർ വന്നാലും എടുക്കൂ. എന്താ നമുക്ക് കയറണ്ട. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പണിതായിരിക്കുമല്ലേ ഈ സാധനങ്ങളൊക്കെ. ഈ സ്റ്റെപ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പണിതായിരിക്കും. രസമുണ്ട് എന്തായാലും. ഞാൻ ഇപ്പോഴാണ് ഇത് കാണണേ. മഴ നല്ല ഇതിൽ ഇവിടെയൊക്കെ നിറയായിരിക്കും കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ മൂടുമായിരിക്കും. ഇവിടെ വരെ ഉള്ള സ്റ്റെപ്പ്.
അവിടെ ഇറങ്ങണ്ട കേട്ടോ അധികം. അവിടെ ഇറങ്ങിയാൽ മതി, അവിടെ അധികം ഇറങ്ങണ്ട. അതിൻ്റെ അപ്പുറത്തൊക്കെ എന്തിട്ടായിരിക്കും വാവേ? അതിൻ്റെ അപ്പുറത്തൊക്കെ അവിടെയൊക്കെ മൃഗങ്ങളുണ്ടാവൂലേ? ആ എന്തിട്ടാടാ നീ പറഞ്ഞ? ഇതാണ് ഡാം. ആ ഒറ്റയ്ക്ക് ഒന്നിക്കോളും. ആട്ടടി ആ വള്ളി പിടിച്ചാട്ട്. പെട്ടു കേസ്. ഡാം തുറന്നിട്ടില്ല, വെള്ളച്ചാട്ടവും ഇല്ല. ഇതാണ് ഡാം, ഷട്ടർ തുറന്നിട്ടില്ല. ശേ വെള്ളച്ചാട്ടം ഇത് കാണാനാ വന്നേ. ഏയ് വെള്ളം കുറവായുണ്ടാവും അവിടെ. ഇവിടെ അവിടെയാണ് കേട്ടോ ഷട്ടർ, പക്ഷെ അവിടെ തുറന്നിട്ടില്ല. വെച്ചിട്ട് വെക്ക. ഞങ്ങൾ വലിയ പ്രതീക്ഷയിൽ വന്നതാ, പക്ഷെ ഡാം ഷട്ടർ അടച്ചിട്ടൊക്കെ വെള്ളം മഴയും പെയ്തില്ല. അവസാനം ജസ്റ്റ് മഴ അത്രേ പെയ്തുള്ളൂ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്, വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഉച്ചയായി, വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് വേണം വീട്ടിൽ പോവാൻ. വെള്ളം ഇല്ല, വെള്ളം അതിരപ്പള്ളി പോയി കുളിക്കാലോ. അതിരപ്പള്ളി കുളിച്ചാലോ, വീട്ടിലേക്ക് പോവാം. അപ്പൊ ടാറ്റ, ബൈ ബൈ.